മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി മാറ്റത്തിനെതിരെ KM ബഷീറിന്റെ ഭാര്യ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചു. സർക്കാരിനും ശ്രീറാം വെങ്കിട്ടരാമനുമാണ് കോടതിയുടെ നോട്ടീസ്. രാഗിനുണ്ട്. രാഗിൻ, കോടതി മാറ്റത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ ഇപ്പോൾ നോട്ടീസ് അയക്കുന്ന നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുകയാണ്. ഈ നോട്ടീസ് അയച്ച സാഹചര്യവും ഇനി എന്താണ് സംഭവിക്കുക? രതീഷ്, മാധ്യമപ്രവർത്തകനായിരുന്ന KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി നേരത്തെ മാറ്റിയിരുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടേതായിരുന്നു ആ ഉത്തരവ്. ആ ഉത്തരവിനെതിരെയാണ്, അതായത് ആ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KM ബഷീറിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ എത്തിയത്. ഈ ഹർജിയിൽ പ്രതിയായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമനെ അടക്കം എതിർകക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ഹർജി. അതിൽ പ്രധാനമായും ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് സർക്കാരിൻ്റെ അടക്കം നിലപാട് തേടിയിരിക്കുകയാണ്. സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു, നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ശ്രീറാം വെങ്കിട്ടരാമനും നോട്ടീസ് പോയിട്ടുണ്ട്. ഇതിൽ സർക്കാരിൻ്റെ അടക്കം നിലപാട് കേട്ട ശേഷം കോടതി തുടർ നടപടികളിലേക്ക് കടക്കും. ചൊവ്വാഴ്ച കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. നേരത്തെ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1-ലായിരുന്നു വിചാരണ. അത് 4-ലേക്ക് മാറ്റി. പ്രതിഭാഗം അഭിഭാഷകന്റെ അടക്കം ചില ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു കോടതി മാറ്റം ഉണ്ടായത്. പക്ഷേ ഇത്തരം ഒരു കാരണം കൊണ്ട് ഇത് മാറ്റാൻ കഴിയില്ല എന്നതാണ് ഹർജിയിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വേണം എന്നടക്കം, അത് സർക്കാരിനോട് നിർദ്ദേശിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങളും ഈ ഹർജിയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളടക്കമാണ് സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിരിക്കുന്നത്. ഇതിൽ സർക്കാർ കൊടുക്കുന്ന അഫിഡവിറ്റ്, സർക്കാരിന്റെ സത്യവാങ്മൂലം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. എന്തായാലും അതിനുശേഷം ആയിരിക്കും കോടതി ഇതിൽ വിശദമായിട്ടുള്ള വാദം കേട്ട് തുടർ നടപടികളിലേക്ക് കടക്കുക. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെയായിരുന്നു ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ചിരുന്ന കാർ ഇടിച്ചാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന KM ബഷീർ മരിച്ചത്. എന്തായാലും സംഭവത്തിൽ കേസെടുത്ത് തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. മുൻപും ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ, കേസിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വന്നിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ വിചാരണ കോടതി മാറ്റം, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഹർജിയാണ് ഇപ്പോൾ ഭാര്യയുടെ ഹർജിയിലാണ് ഇപ്പോൾ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്.